ഇതിനായിട്ട് 1.25 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 5 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് നന്നായി കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിൻ്റെ അകത്ത് ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ. അത് ഫുള്ളായിട്ട് തന്നെ അത് 1-2 പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ മിക്സിയിൽ ഒരു പ്രാവശ്യം അരയ്ക്കാൻ പറ്റും. ഇതിലേക്ക് 1/2 കപ്പ് ചോറ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മട്ട റൈസിൻ്റെ ചോറാട്ടോ. 1 കപ്പ് തേങ്ങ. ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. അതിനുശേഷം ഇത് അരച്ച് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ചേർത്താൽ മതി. ഇത് നല്ല ഫൈനായിട്ടാണ് അരച്ചേക്കുന്നത്. അപ്പോൾ ഞാനിത് അരയ്ക്കാനായിട്ട് 1.5 കപ്പ് വെള്ളമാട്ടോ ചേർത്തിരിക്കുന്നത്. ഇതുപോലെ മാവിൻ്റെ ടെക്സ്ചർ ഇതുപോലെയായിട്ടിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഇനിയും കുറച്ചും കൂടെ വെള്ളം ചേർക്കണം. നമ്മൾ സാധാരണ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന അപ്പമാണെന്നുണ്ടെങ്കിൽ ഈ 1.5 കപ്പ് വെള്ളം മതിയാവും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ദോശക്കല്ലിൽ ഒഴിച്ചുണ്ടാക്കുകയാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ലൂസായിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഈ സെയിം മാവ് വെച്ചിട്ട് നമുക്ക് അപ്പച്ചട്ടിയിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പത്തിൻ്റെയൊക്കെ മാവ് ഒഴിച്ചു വെക്കുമ്പോഴത്തേക്ക് കുറച്ച് കുഴിയുള്ള പാത്രത്തിൽ വേണം ഒഴിച്ചു വെക്കാനായിട്ട്. എന്താ വെച്ചാൽ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് ഇത് മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഈ ബൗളിൻ്റെ അകത്തു നിന്നൊക്കെ മാവ് നന്നായിട്ടൊന്ന് വടിച്ചിങ്ങെടുക്കാം. ഈ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കഴുകാൻ പോവാണ്. ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സി ഒന്ന് കറക്കിയെടുക്കും. അപ്പോഴത്തേക്ക് ഇതിലെ മാവ് ഫുള്ളായിട്ടെങ്കിൽ പോരും. അതും ഇതിലേക്ക് തന്നെ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒഴിക്കാനായിട്ട് തേങ്ങാ വെള്ളം വെച്ചിട്ടുള്ള കള്ളാണ്, അത് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അതൊരു 1/2 കപ്പ് ഉണ്ട് കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അതിനുശേഷം നമ്മളത് കൈയിട്ടിട്ട് ഒന്ന് ഇളക്കണം. ഇതിപ്പോൾ ശരിക്കും നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാട്ടോ. ഇത് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഒന്നുകിൽ ഇത് ഓവർനൈറ്റോ അല്ലെങ്കിൽ 8 മണിക്കൂറോ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് നാളെ കാണാം. ഇപ്പോൾ രാവിലെയാണ്, നമുക്ക് മാവ് എന്തായി നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി, ഇത് നല്ല പുളിച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങാവെള്ളം കള്ളാക്കിയിട്ടല്ലേ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തേക്കുന്നത്. നല്ല കള്ളിൻ്റെ മണം വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ചേർക്കേണ്ട, ഒരു 2 നുള്ള് ഉപ്പ്. ഇനി ഇത് ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. ഞാനിതുപോലെ ഒരു തവയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വലിയ ദോശ തവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പ് തന്നെ 3-4 ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ തവയാണ് ഉപയോഗിക്കുന്നത്. അതിന് മൂടി ഉണ്ടായിരിക്കണം കേട്ടോ. നമുക്കിത് അടച്ചു വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാകണം കേട്ടോ. ഇത് ചൂടായിട്ടുണ്ട്. ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ഇതിൻ്റെ അകത്ത് വരണം കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് വന്നതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ചുട്ടെടുക്കാം. ഇതായിട്ടുണ്ട് കേട്ടോ. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, എങ്കിൽ അപ്പോൾ കരിഞ്ഞു പോകും. ഇതിപ്പോൾ നല്ല കറക്റ്റ് ടെക്സ്ചറാണ്. അടിവശമൊക്കെ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വേണം മാവ് ഒഴിക്കാനായിട്ട്. ഇനി ഇത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ദോശക്കല്ലിൽ ഒഴിച്ചുണ്ടാക്കുന്ന അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ മോൾ വശത്ത് ഇതുപോലെ നിറച്ച് ഹോൾസ് ഉണ്ടാവും. അടിവശം ഇതുപോലെ നമ്മൾ മറ്റേ സാധാരണ അപ്പം പോലെ തന്നെ. അപ്പോൾ ഇത് കൂട്ടുന്ന എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.